ചെന്താമരക്കൊക്കെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ സഞ്ചരിച്ചത് നല്ല തിക്ക് ഫോറസ്റ്റിലൂടെയായിരുന്നു. നിറയെ മരങ്ങളും വള്ളിപ്പടർപ്പുകളൊക്കെ നിറഞ്ഞ വഴിയിൽ നിന്ന് ഒരു കാട്ടുചോലയിലേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ കാട്ടുചോലയുടെ അവസാനം ഒരു വലിയ വെള്ളച്ചാട്ടത്തോടു കൂടി ചെന്താമരക്കൊക്കയിലാണ്. ഏകദേശം 30 മീറ്ററോളം താഴ്ചയുള്ള കൊക്കയാണ് ചെന്താമരക്കൊക്ക. ചോലയിൽ നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അതെല്ലാം കടന്നു വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ചില സ്ഥലങ്ങളിൽ കുത്തനെയുള്ള പാറകളിലൂടെ നിരങ്ങി വേണം താഴേക്കെത്താൻ. കാട്ടുചോലയിൽ വെള്ളം കുറവാണെങ്കിലും നല്ല തണുപ്പുണ്ട് അന്തരീക്ഷത്തിന്. പ്രത്യേകിച്ച് വൈകുന്നേരം സമയമായതുകൊണ്ട് അന്തരീക്ഷം അല്പം മഞ്ഞ് നിറഞ്ഞതാണ്. പ്രായമൊന്നും ഒരു തടസ്സമില്ല എന്ന ഭാവത്തിൽ സുരേഷ് ഏട്ടനും ടീമും മുന്നോട്ട് തന്നെ പോവുകയാണ്. എനിക്കാണെങ്കിലും ഇറങ്ങാൻ അല്പം പ്രയാസമുണ്ടെങ്കിലും ഒരു വേര് കിട്ടിയതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ താഴെ ഇറങ്ങാൻ പറ്റി. താഴെ കാഴ്ചയിൽ വെള്ളം കുറവാണെങ്കിലും പല സ്ഥലത്തും കുഴികൾക്ക് മീറ്ററുകൾ തന്നെ ആഴമുണ്ട്. ഒരിടത്ത് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു കുഴിക്ക് 7 അടിയോളം താഴ്ചയുണ്ട്. പരിചയമില്ലാത്ത വെള്ളച്ചാട്ടത്തിലും അരുവികളിലും ഇറങ്ങുമ്പോൾ അപകടമുണ്ടാവാൻ ഒരു പ്രധാന കാരണം ഇത്തരം കുഴികളാണ്. നിറയെ ആനയും മറ്റുമുള്ള സ്ഥലമാണ് ഗവി കാടുകൾ. കണ്ടാലറിയാം ആനകൾ സഞ്ചരിച്ച വഴികളാണിത്. അരുവിയിൽ ആനപ്പിണ്ടവും ആന നടന്ന അടയാളങ്ങളൊക്കെ കാണാൻ പറ്റും. ചെടികളൊക്കെ ആന നടന്ന് ഒടിഞ്ഞിരിക്കുന്നത് കാണാം. നമ്മുടെ പരിസരത്ത് എവിടെയോ ഒരു ആന ഉണ്ടെന്ന് ഉറപ്പാണ്. കാരണം ആനയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്പം മുമ്പ് ഇവിടെ നിന്ന് കയറിപ്പോയ അടയാളമാണ് ഉള്ളത്. വെള്ളം കലങ്ങിയിട്ടുണ്ട്. ഏതായാലും ആനയെ കാണുമെന്ന വിശ്വാസത്തോടെ പ്രയാസമുണ്ടാവില്ലെന്ന രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്.